ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 59,000 ചില്ലുവാനത്തിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ്. വീഡിയോ കാണുന്ന ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സീരിയസ്ലി ഞാനിപ്പോൾ പറയാത്തതിൻ്റെ പേരിൽ ആരും വശത്തോട്ട് പോലും മൈൻഡ് ചെയ്ത് നോക്കുന്നില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ എത്രയും പെട്ടെന്ന് ഒരു ലക്ഷമാക്കി തരണം. ഓക്കെ, ഒരു പ്ലേ ബട്ടണോടെ മേടിച്ച് ആക്രാന്ത് വന്ന് മേടിക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ശരിയാക്കി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. കുറച്ച് ഒരു അവിയൽ പരുവത്തിലുള്ള വീഡിയോ ആണ്. നമ്മൾ അറിഞ്ഞാൻ പറഞ്ഞ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, വേറൊരു കാര്യം പറയാനുണ്ട്. അടുത്ത പടത്തിൽ താങ്കളുണ്ട്, കൺഫേം ആയിട്ട് അസ്കർ ഞങ്ങൾ പ്രോജക്റ്റ് ഉണ്ട്, താങ്കളുണ്ട്. നമ്മുടെ ജിൻഡോയെ സിനിമയിൽ എടുത്തിരിക്കുകയാണ് ഗൈസ്. DNA എന്ന് പറഞ്ഞപ്പോൾ ഒരു മൂവി ഇറങ്ങില്ലേ ഗൈസ്, അതിൻ്റെ എന്തോ പ്രൊഡ്യൂസറോ ഡയറക്ടറോ എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പുള്ളി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും പുള്ളി വന്നിട്ട് ജിൻഡോ അടുത്ത് പറയുന്നുണ്ട്, അടുത്ത പടത്തിൽ നീയുണ്ട്. ജിൻഡോയ്ക്ക് ഒരു വില്ലൻ ലുക്കുണ്ട്, പക്ഷെ തുറന്ന സിനിമയാണ്ട് അഭിനയിച്ച് മറിക്കുമായിരിക്കില്ലേ. ഒരു വില്ലൻ സെറ്റപ്പ്, ഒരു ഇടികുണ്ട സെറ്റപ്പുള്ള ഒരു ലുക്ക് ജിൻഡോയ്ക്കുണ്ട്. അങ്ങനത്തെ വല്ല റോളെ കൊടുത്താൽ ജിൻഡോ തകർക്കുമായിരിക്കും ഇല്ലയോ. എന്തിരില്ലോട്ട് ഈ അണ്ണാക്കിലിട്ട് പൊട്ടിക്കാന്ന് കേട്ടിട്ടേ ഉള്ളൂ. നമ്മുടെ പെങ്ങളൂട്ടി പടക്കം തിരിച്ചു വെച്ച് അണ്ണാക്കിലിട്ട് പൊട്ടിച്ചിളഞ്ഞു കൈസ്. നല്ല പെങ്ങളൂട്ടി അല്ലയോ. എന്തായാലും കൊള്ള. അയ്യോ, ഇതിനൊക്കെയാണല്ലോ ബിഗ് ബോസിൽ എടുത്തത്. ഇത് ഇദ്ദേഹം ബിഗ് ബോസിലേക്ക് സെലക്ഷൻ ആയെന്നാണ് ഞാൻ കേട്ടത്. ആണോ? വല്ല സത്യസന്ധത ഉണ്ടായിരുന്നോ? ഇപ്പൊ പറ. ഉണ്ട്. വേണ്ട, ഞാൻ പറഞ്ഞില്ലേ. കാരണം ഞാൻ ഇവിടുന്ന് പോയേക്കണ 19 തലയല്ല 25 തലയും ഞാൻ പഠിച്ചിട്ട് പോയെ. ഇദ്ദേഹത്തിന്റെ തലയും ഞാൻ പഠിച്ചായിരുന്നു. കേട്ടോ, സത്യമല്ലേ? കാരണം എനിക്ക് കിട്ടിയ ന്യൂസിനകത്ത് ഇദ്ദേഹം ബിഗ് ബോസിൽ സെലക്ടഡ് ആയിരുന്നു. അദ്ദേഹം വന്നില്ല. വന്നായിരുന്നെങ്കിൽ ഇദ്ദേഹമായിട്ട് ഞാൻ അടി ഉണ്ടാക്കിയാണ്. ഈ ജിൻഡോ എവിടെ നാട് ഈ ന്യൂസൊക്കെ ഒപ്പിക്കുന്നത്? ഇവൻ്റെ ഒന്നും പേര് പ്രിഡിക്ഷൻ ലിസ്റ്റിൽ പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവൻ സെലക്റ്റഡ് ആയിരുന്നു. അവൻ തള്ളിയതാണ്. ഏയ്, അജിനൊക്കെ ബിഗ് ബോസ് കിട്ടിയാൽ പോകാതിരിക്കുമോ? വിളിച്ചു കാണത്തില്ല, അതായിരിക്കും. പ്രഡിക്ഷൻ ലിസ്റ്റൊന്നും ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ട പ്രഡിക്ഷൻ ലിസ്റ്റൊന്നും അതിൻ്റെ പേരില്ല. ജിൻഡോ എവിടെ നിന്ന് കിട്ടുന്നതെന്ന് തോന്നി ന്യൂസ്. അടുത്തോട്ട് ജിൻഡോയെ പോയി സമീപിച്ചാൽ മതി ഗൈസ്, പെട്ടെന്ന് പരിപാടി നടക്കും. ഒരു വണ്ട് തിന്നപ്പൂവൊരുത്തി തന്തൊടിഞ്ഞ ചെമ്പരത്തി മണ്ടരിക്ക് മണ്ട പോയ തെങ്ങൊരുത്തി നീ തോറ്ററിഞ്ഞ ജാൻസിറാണി പോത്തൊളിഞ്ഞ ദോശവാണി. ഒരു മാറ്റവും ഇല്ലല്ലേ. ആരാണോ ആ ഹതഭാഗ്യവൻ? നീ ആർക്കെങ്കിലും പോയി കണ്ണി കൊടുക്കുക, കവിളത്തോടുകയും ദേഹത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒരു മാറ്റവും ഇല്ലെന്നുള്ളതാണ്. ചലക്ഷയുടെ മുഖത്തൊരു ക്ഷീണമുണ്ട്, ഉറക്കമൊക്കെ നിൽക്കുന്നതിൻ്റെ ആയിരിക്കും. ഇനി ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പുള്ള ജസ്റ്റിനെ നമുക്കൊന്ന് കാണാം ഗൈസ്. Follow my fingers, okay? Just follow my fingers, follow, sleep deeper further. However, നെക്സ്റ്റ് ടൈം നീ കണ്ണു തുറന്നു കഴിഞ്ഞാൽ സംതിങ് ഇൻട്രസ്റ്റിംഗ് ഈസ് ഗോണ ഹാപ്പൻ. നെക്സ്റ്റ് ടൈം നീ കണ്ണു തുറന്നു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ സ്വന്തം യൂട്യൂബ് ചാനലിൻ്റെ പേര് ഓർക്കാൻ കഴിയില്ല. ഓക്കെ, 1 2 3 ഓപ്പൺ റൈസ്. ഹായ്, എനിക്കറിയാം റീസെൻ്റ് ആയിട്ട് നിന്റെ ചാനലൊക്കെ ഭയങ്കര എന്തായിരുന്നു ചാനലിൻ്റെ പേരെന്തായിരുന്നു? റീസെൻ്റ് ആയിട്ട് ഭയങ്കര ഫേമസ് ആയി. ഞാനത് യൂട്യൂബിൽ കണ്ടിരുന്നു. അതിങ്ങനെ പറയാൻ ശ്രമിക്കുന്നതോടെ ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കും. എന്താണെന്നറിയോ പറയാൻ പറ്റാത്ത? എനിക്കിപ്പോൾ ഷെയ്ക്ക് ഹാൻഡ് തന്നിരിക്കുന്നതുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്. ഇത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിനക്ക് പറയാൻ പറ്റും. യെസ്, യു ക്യാൻ റിമെമ്പർ. എന്താ ചാനലിൻ്റെ പേരെന്താ ഇപ്പോൾ പറയാൻ പറ്റും? യു ക്യാൻ സേ യെസ്. ജാസ്മിൻ ജാഫർ. താങ്ക്സ് ഫോർ ട്രൈയിങ്. ഓക്കെ, നല്ല ഹിപ്നോട്ടൈസിങ് ഇല്ലയോ ഗൈസ്? ഹിപ്നോട്ടൈസിങ്ങിൻ്റെ ഏറ്റവും അവസാനം കയ്യം കൊടുത്ത് അവനങ്ങ് നന്ദസായിട്ട് കയ്യങ്ങ് മേടിക്കുകയും ചെയ്തു. ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് ജാസ്മിൻ ഇങ്ങനെയായിരുന്നു, അകത്ത് വെച്ചും ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞു ഇങ്ങനെയാണെന്ന്. ഒരു മാറ്റവും ഇല്ല. ജാസ്മിൻ സൂപ്പർ. ഇവരുടെ ചിരി കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം കിട്ടുന്നത് ഇല്ലേ. എന്ത് ക്യൂട്ട് കപ്പിളാണ് ഇല്ലേ. ചിരി തന്നെ ഇങ്ങനെയൊക്കെ ആണല്ലേ. ആ പോകാൻ നേരത്ത് ഗബ്രി കുണ്ടി കൊണ്ടിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് കണ്ടില്ല. ഒന്നുകൂടെ കാണിച്ചു തരും. ചിരിക്കുന്നു. അവിടെ പുറത്തോട്ട് വന്ന് കണ്ട കുണ്ടി നൈസായിട്ട് തിടി. എന്തൊരു ക്യൂട്ട് കപ്പിളാണല്ലേ.
ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് ഇവർ മീറ്റ് ചെയ്യുന്നതാണ്. അത് അപ്സരയുടെ ബർത്ത്ഡേയുടെ എന്തോ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, അതിന് പോയപ്പോൾ ഉള്ള സംഭവമാണ് നിങ്ങൾ പോയി കണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോൻ്റെയും തൊപ്പീൻ്റെയും ഒരു ലൈവ് വന്നിട്ടുണ്ട് ഗൈസ്. ജിൻഡോ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു സെല്ലുലോയിഡിന് കൊടുത്ത്, അത് ഇറങ്ങിയ ദിവസം തന്നെ കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജിൻഡോ ഒരു ഇൻ്റർവ്യൂ പോലെ കൊടുക്കുന്ന തൊപ്പിക്കാണ്. തൊപ്പിക്ക് ഇൻ്റർവ്യൂ അല്ല, ലൈവ് സെറ്റപ്പ്. എന്തായാലും അത് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലാവുകയും വരുന്നുണ്ട്. നല്ല ബെസ്റ്റ് ഗ്യാങ്ങിൽ എന്തായാലും പോയി പെട്ടെന്ന് അടിയിൽ കയറി ഇരുന്നപ്പോ കമന്റ് വന്നു കുണ്ടനെന്ന്. എന്തോ ചെയ്യാൻ തൊപ്പിയുടെ കാര്യം. കുണ്ടനാണോടെ? ഓടി നടക്കുന്ന പെണ്ണ് കൊണ്ട് കടുക് വരക്കുന്ന കാന്താരിയായ ഒരു പെണ്ണ്. എന്തോ ഇട്ടേക്കുന്നത് ബെഡ്ഷീറ്റ് വെട്ടി തയ്ച്ചിട്ടേക്കുന്ന കൊള്ളാം. എന്തായാലും ബെസ്റ്റ് കോംബോ തൊപ്പി ആൻഡ് ജിൻഡോ. അടിപൊളി കോംബോ ആണ് കേട്ടോ. ജിൻഡോ തൊപ്പിയുടെ ആ റൂമിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു സീനോട് നമുക്ക് കാണാം. Everybody put up the W's in the chat. Let's go. അടുത്ത കൊല്ലം ഇങ്ങനത്തെ ഒരു സാധനം കയ്യിൽ എത്തിച്ചിരിക്കും. ഈ പോകുന്നിടത്തല്ല ഈ ഇഷ്ടികം ചുമന്നുകൊണ്ട് പോകണം ഇല്ലേ? വലിയ പാടാണ് ഇത് കൊണ്ടു കിടക്കുന്നത്, ഈ കപ്പ് കൊണ്ട് കിടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും വലിയൊരു ഇഷ്ടിക സാധനം ഇരിപ്പുണ്ട്, അതിൻ്റെ ഏറ്റവും അറ്റത്ത് സൈഡിൽ ആണ് വിന്നർ എന്ന് എഴുതിയിരിക്കുന്നത്. അത്രയും സ്പേസ് ഉണ്ടായിട്ട് അവൻ്റെ കീഴിൽ കൊണ്ട് വിന്നർ എന്ന് എഴുതിയിരിക്കുന്നത്. ഒരുമാതിരി അപമാനിക്കുന്ന തരത്തിലാണ് ജിൻഡോയ്ക്ക് ഈ കപ്പ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഈ ബിഗ് ബോസിൻ്റെ എല്ലാ കപ്പിനകത്തും ഒരു കണ്ണുണ്ടാവും. കണ്ണാണല്ലോ അവരുടെ ഒരു ലോഗോ എന്ന് പറയുന്നത്. ഇതിനകത്ത് കണ്ണിൻ്റെ കൃഷ്ണമണിക്കകത്ത് മിന്നലടിക്കുന്നത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പരിപാടിയില്ല. കണ്ണില്ല. എനിമാതിരി അപമാനിക്കാൻ കൊടുത്ത പോലത്തെ ഒരു കപ്പാണ് എന്തായാലും ജിൻഡോയ്ക്ക് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നല്ല ഉഗ്രം കോംബോ ആണ് തൊപ്പി ആൻഡ് ജിൻഡോ. സൂപ്പർ സാധനം. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് നാട്ടുകാർ. കളികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്, ഞാൻ ഹാപ്പിയാണ് എന്തായാലും. എനിക്കൊന്നും പറയാനില്ല, ഞാൻ ഒന്നും പറയുന്നില്ല. ഈ പിള്ളേരുടെ ഒരു കാര്യം എന്തൊക്കെയാണ് പടച്ചു വിടുന്നത്. നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സഞ്ജു ടെക്കീൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ, അതിൻ്റെ അടി വന്നൊരു കമൻറ്റ് ഞാൻ കാണിച്ചത് ഭയങ്കര വൈറലാണ് കേട്ടോ. ഇപ്പം കമൻറ്റ് ഓഫ് ദ ഡേ, കാറിൽ വാഴ വെച്ചതിന് സ്നേഹിക്കുന്നതിന് എമ്മിയുടെ കേസ് വരുന്നുണ്ട്. എൻ്റെ പൊന്നിൻ്റെ അറിയേ, ഇനി കുഴി തുരന്നൊരു വാഴയായിട്ട് അങ്ങ് വെച്ചാൽ മതി. എന്തായാലും നമ്മൾ ഉണ്ണിക്കണ്ണേട്ടനകത്തോട്ട് പോയിട്ട് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കുറേ ചീത്തപ്പേര് അണ്ണൻ മാറ്റിയെടുത്ത്. കാര്യം അണ്ണനകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് എല്ലാ എണ്ണും അണ്ണൻ്റെ പുറയിലും കായിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, അണ്ണനോട് ഇത്ര വെറുപ്പ് അല്ലെങ്കിൽ ഇത്ര അങ്ങ് ട്രോള് വരാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, അണ്ണൻ അകത്തോട്ട് പോയപ്പോൾ ഞങ്ങളെല്ലാവരും വിചാരിച്ചു അണ്ണൻ കപ്പും കൊണ്ടേ വരുത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ അത്രയും നാൾ അവിടെ ഒരു കപ്പിന് അർഹനായിട്ടുള്ളവർ ആരും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു അണ്ണന്. അത് സ്നേഹയുടെ മുഖത്തും ഞങ്ങൾ കാണുന്നുണ്ട്, ഭയങ്കര പ്രതീക്ഷയായിരുന്നു സ്നേഹിക്കും. അണ്ണൻ അകത്ത് ചെന്നിട്ടില്ല, സാന്ത്വനത്തിലെ ബാലേട്ടൻ്റെ പരിപാടി നടത്തി. അതാണ് നമുക്ക് ഇഷ്ടപ്പെടാതെ പോയത്, മനസ്സിലായോ? ആ ഒറ്റ കാരണം കൊണ്ടാണ് ഈ സാധനമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനി മാറാൻ കുറച്ച് ടൈം എടുക്കുമെന്നാണ് തോന്നുന്നത് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ നടന്ന് കുറേ റീൽസും കാര്യങ്ങളൊക്കെ കറങ്ങുന്നുണ്ട്. ചുമ്മാ ഞാൻ അടുത്ത് റിയാക്ട് ചെയ്തത്. വലിയ രസമില്ലായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇന്ന് രാവിലെ ഇട്ട വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. വയ്യ ഗൈസ്, ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര സൈനസൈറ്റിസിൻ്റെ ഒക്കെ ഭയങ്കര പ്രശ്നം, ഒടുക്കത്തെ തലവേദന, ഒരു ഗുമ്മ് കിട്ടുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, എങ്കിൽ പോയി ഞാൻ പോണു.